നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഓർക്കുന്നുണ്ടോ, വേൾഡ് കപ്പിന് മുമ്പ് യർഗൻ ക്ലോപ്പ് പറഞ്ഞു ജമാൽ മുസിയാലയല്ല ഡെനിസ് യുണ്ടാവിനെയാണ് ജർമ്മനിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കേണ്ടത് എന്ന്. ഉള്ളവരും അത് തന്നെ പറഞ്ഞു. അത് പിന്നെ ചില ഇതിഹാസങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയായിട്ട് ജർമ്മൻ ഫുട്ബോൾ നിലനിന്നിരുന്നു. കുർസാവോക്കെതിരെയുള്ള കളിക്ക് മുമ്പ് ജൂലിയൻ നെഗൽസ്മനോട് യർഗൻ ക്ലോപ്പ് പറഞ്ഞതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുസിയാലയെ തന്നെ കളിപ്പിക്കും. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു റിതമൊക്കെ തിരികെ പിടിക്കേണ്ടതാണ്, അതിന് ഗെയിം ടൈം ലഭിക്കേണ്ടതുണ്ട് എന്ന്. ഏതായാലും വജ്രായുധം, ജൂലിയൻ നെഗൽസ്മൻ്റെയും ജർമ്മനിയുടെയും വജ്രായുധം അത് ഡെനിസ് യുണ്ടാവുന്ന 29-കാരൻ തന്നെയാണ്. അദ്ദേഹം VfB സ്റ്റുട്ട്ഗാർട്ടിൻ്റെ താരമാണ്. ഇതിങ്ങനെ വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ നോക്കണം. കളത്തിലിറങ്ങിയ ഗോൾ വന്നിരിക്കും. അതാണ് യുണ്ടാവിൻ്റെ ജർമ്മൻ കരിയർ. ഇപ്പോൾ ആദ്യ കളിയിൽ കുർസാവോക്കെതിരെ ഗോൾ അടിച്ച് അങ്ങ് തകർത്ത മത്സരമാണല്ലോ ജർമ്മനി. അതിൽ 64-ാമത്തെ മിനിറ്റിലാണ് മുസിയാലയ്ക്ക് പകരം യുണ്ടാവ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ വിരട്ട അസിസ്റ്റ് ഔട്ടായിരുന്നു. പിന്നലെ ജയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ. ഐവറി കോസ്റ്റ് ഒരു ഗോളിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് 60-ാമത്തെ മിനിറ്റിൽ യുണ്ടാവ് വരുന്നത്. പിന്നെ ഗോൾ വരുന്നു, 68-ാമത്തെ മിനിറ്റിൽ ഗോൾ വരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ വിജയ ഗോളും നേടുന്നു. വാവ്! അവിടെ ഈ മുസിയാലയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. തൻ്റെ ദൗത്യം വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്ത് തീർത്തു. ഇപ്പോൾ 2 മത്സരങ്ങൾ ഈ വേൾഡ് കപ്പിൽ ഓൾറെഡി 3 ഗോളും 2 അസിസ്റ്റുമായി. കുർസാവോക്കെതിരെ 1 ഗോളും 2 അസിസ്റ്റും, ഐവറി കോസ്റ്റിനെതിരെ ഇരട്ട ഗോളുകൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ കരിയർ, ജർമ്മൻ കരിയർ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലാവും. കളിക്കാനിറങ്ങിയ ഗോൾ വന്നിരിക്കും എന്നുള്ളതാണ് അവസ്ഥ. ഇതുവരെ ജർമ്മനിക്കായിട്ട് 11 കളികളാണ് കളിച്ചത്. അതിൽ നിന്ന് 13 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ്. എങ്ങനെ 11 കളിയിൽ 3 കളികളെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി കളികളൊക്കെ 8 കളികളും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നതാണ്. എന്നിട്ടാണ് ഈ 13 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 9 ഗോളും 4 അസിസ്റ്റും. പെർ മാച്ച് 1.4 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ്. ഓരോ 33 മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. 73% ബിഗ് ചാൻസുകൾ അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നു. 2.4 ഷോട്ട്സ് പെർ ഗോളാണ്. 3 ഷോട്ട് അടിക്കേണ്ട അപ്പോഴേക്കും ഒരു ഗോൾ പിറക്കുന്നു എന്നുള്ളതാണ്. 4 ബിഗ് ചാൻസുകളാണ് ഈ കളികൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. 17 കീ പാസുകൾ എന്നു പറഞ്ഞാൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് യുണ്ടാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, യുണ്ടാവിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ? ആ ചോദ്യം ഇന്നലെ ജൂലിയൻ നെഗൽസ്മനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പോസിബിളാണ്, പക്ഷേ നേരെ തിരിച്ചും സംഭവിക്കാം. ഇപ്പോഴത്തെ കറണ്ട് റോളിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടുമാകാം. തീർച്ചയായിട്ടും കോച്ചിങ് സ്റ്റാഫുമായിട്ട് ഡെനിസിൻ്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിതം, ഈ ഒരു റിതം അത് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാനും ടീമിനെ സഹായിക്കാനും കഴിയുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അറ്റ് ദി മൊമെൻറ്റ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഹാപ്പിയാണ്. ഹി ഈസ് ഡൂയിങ് വെരി വെൽ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഡിലൈറ്റഡ് ആണ്. ഹി ഈസ് ഇൻക്രെഡിബിളി ഇൻ്റലിജൻറ്റ് ഇൻ ആൻഡ് അറൗണ്ട് ദി പെനാൽറ്റി ഏരിയ എന്നുകൂടി വളരെ കൃത്യമായിട്ട് ജൂലിയൻ നെഗൽസ്മൻ പറയുമ്പോൾ, നെഗൽസ്മൻ്റെയും ജർമ്മനിയുടെയും വജ്രായുധം യുണ്ടാവ് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ